ഇന്ന് അവളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അതെ, അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു. അവളെ സംബന്ധിച്ചിട്ട് ഏറ്റവും സന്തോഷപൂർണമായിട്ടുള്ള ഒരു ദിവസമായിരുന്നെന്ന്. ആ കുഞ്ഞിന് അവൾ പേരിട്ടത് ഹന്ന എന്നായിരുന്നു. കുഞ്ഞ് ജനിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ട് സമയം പോകുന്നത് അവൾ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. കുഞ്ഞിനെ കളിപ്പിച്ചും കൊഞ്ചിച്ചും ഊട്ടിയും അവളുടെ ജീവിതം ഇങ്ങനെ സന്തോഷപൂർണമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾ അറിഞ്ഞിരുന്നില്ല തന്റെ കുഞ്ഞിനൊരു ദുരന്തം വരാൻ പോവാണെന്ന്. അതെ, 12ാമത്തെ വയസ്സിൽ ഹന്നയുടെ ജീവിതത്തിലേക്ക് ഒരു അതിഥി വന്നു. അതൊരു മാറാ രോഗമായിരുന്നു. അങ്ങനെ ആ ഇളം പ്രായത്തിൽ 12ാമത്തെ വയസ്സിൽ ഹന്ന അവളുടെ അമ്മയെ വിട്ട് യാത്രയായി. ഇനി ആരാണ് അവൾ? അവളുടെ പേരാണ് ലൂയിസ് ബാങ്ക്സ്. ഇവളൊരു ലിംഗ്വിസ്റ്റ് ആണ്. ലിംഗ്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷാ പണ്ഡിത. ലോകത്തിലുള്ള പല ഭാഷയെക്കുറിച്ചിട്ടും നല്ല വൃത്തിക്ക് ഇവക്ക് അറിയാം. നല്ല രീതിയിൽ റിസർച്ച് ഒക്കെ എടുത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഇവൾ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ലൂയിസ് ഒരു പ്രൊഫസറായിട്ടാണ് ജോലി ചെയ്യുന്നത്. പതിയെ പോലെ തന്നെ ഇന്നത്തെ ദിവസവും ക്ലാസ് എടുക്കാൻ വേണ്ടി അവൾ അവളുടെ കോളേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ കുറച്ച് കുട്ടികളെ വന്നിട്ടുള്ളൂ. ലൂയിസ് അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കുട്ടികളുടെ എല്ലാവരുടെയും മൊബൈലിൽ ഒരേ സമയം ഒരു മെസ്സേജ് വരുന്നത്. അവരതെല്ലാം എടുത്തു നോക്കിയതിനു ശേഷം പെട്ടെന്ന് ടിവിയിലെ ന്യൂസ് ചാനൽ വെക്കാനാണ് അവർ ലൂയിസിന്റെ അടുത്ത് പറയുന്നത്. ലൂയിസ് ആണെങ്കിൽ ആ ക്ലാസ് റൂമിൽ തന്നെയുള്ള ഒരു TV ചാനൽ ഓൺ ചെയ്യാണ്. അതിൽ പറയുന്ന വാർത്തകൾ അവരെ ശരിക്കും അമ്പരപ്പിച്ച് കളഞ്ഞു. അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഏലിയൻഷിപ്പ് വന്നിട്ടുണ്ട്. അവരതിനെ ഷെൽ എന്നാണ് വിളിക്കുന്നത്. 12 സ്ഥലങ്ങളിലായിട്ടാണ് ആ ഷെല്ലിപ്പോ വന്ന് നിൽക്കുന്നത്. അത് അന്യഗ്രഹ ജീവികളുടേതാണെന്ന് തന്നെ അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അവർ അറ്റാക്ക് ഒന്നും നടത്തിയിട്ടില്ല. എങ്കിലും അത് വന്നതുകൊണ്ട് ആളുകളൊക്കെ പരിഭ്രാന്തിയിലാണ്. ഈ ഒരു ന്യൂസ് ആണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് ലൂയിസും ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ രാജു ഒരു ദുരന്തത്തെ ഫേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോളേജിലെ കുട്ടികളെയൊക്കെ വീട്ടിലേക്ക് പറഞ്ഞു വിടാണ്. അങ്ങനെ എല്ലാവരും വെപ്രാളത്തോടെ അവരവരുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഇനി അവിടെ നിന്നിട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൂയിസും അവളുടെ വണ്ടിയിൽ കയറി അവളുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവളുടെ അമ്മയെ അവളെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അവരും ആകെ പരിഭ്രാന്തിയിലാണ്. എന്താണ് മോളെ ഇവിടെ സംഭവിക്കുന്നത്? ഈ ഏലിയൻസ് എന്താണ് നമ്മളെ ചെയ്യാൻ പോകുന്നത്? എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ TVയിൽ കാണുന്നത് തന്നെ ഞാനും കാണുന്നുള്ളൂ. പിന്നെ നിങ്ങൾ അധികം ഈ ന്യൂസ് ചാനലിൽ കാണാൻ നിൽക്കണ്ട. അവന്മാരില്ലാത്ത കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഓഫാക്കിയിട്ട് സമാധാനത്തോടെ അവിടെ ഇരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ രാജ്യം മൊത്തം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ മോണ്ടാന എന്ന് പറയുന്ന സ്ഥലത്താണ് ആ പേടകം വന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലുള്ള ന്യൂസ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൾ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ TV ഒക്കെ ഓഫാക്കിയിട്ട് വേഗം കടന്നുറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൾ അവളുടെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് പട്ടാളത്തിന്റെ കേണലായ വെബ്ബർ അങ്ങോട്ട് വരുന്നത്. ഈ ലൂയിസ് എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ടെററിസ്റ്റുകളുടെ ചില കാര്യങ്ങളൊക്കെ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പട്ടാളം ഇവളെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയിലാണ് വെബ്ബർ ഇപ്പൊ ലൂയിസിനെ കാണാൻ വന്നിരിക്കുന്നത്. അതായത് ആ അന്യഗ്രഹ ജീവികളുമായിട്ട് സംസാരിക്കാൻ അവർക്ക് ഒരാളെ വേണം. അതിനുവേണ്ടി ലൂയിസിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വെബ്ബർ ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി ഒരു ഹെലികോപ്റ്ററിലാണ് മോണ്ടാനയിലെ ആ ഷെല്ലിന്റെ അടുത്തേക്ക് അവർ പോകുന്നത്. ഹെലികോപ്റ്ററിൽ വെച്ചിട്ട് അവൾ പുതിയൊരാളെ പരിചയപ്പെടുന്നുണ്ട്. ഇവന്റെ പേര് ഇയാൻ എന്നാണ്. ഒരു ഫിസിസിസ്റ്റ് ആണ് അവൻ. ഇവനെ ഇവളും ഒരുമിച്ചാണ് ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഇവരാണ് ആ അന്യഗ്രഹ ജീവികളുടെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ ആ ഹെലികോപ്റ്റർ ആ പേടകത്തിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ഈ സമയം ആ ഏരിയയിലുള്ള ആളുകളെ മൊത്തം ഒഴിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല ട്രാഫിക് ബ്ലോക്ക് ആണ്. മാത്രമല്ല കുറെ ആളുകളൊക്കെ അവിടെ കൂട്ടം കൂടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഹെലികോപ്റ്റർ ആ പേടകത്തിന്റെ അടുത്തെത്താനായി. ആ പേടകം തറയിൽ ഇങ്ങനെ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതിനപ്പുറത്തായിട്ട് ഒരു താൽക്കാലിക മിലിറ്ററി ബേസും അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതിന്റെ ഒരു ഒഴുക്കാണ്. ആ ഒഴുക്കിന് ഒരു രീതിയിലും ശല്യം ചെയ്യാത്തൊരു ക്യാമറ വർക്കാണ് ഇതിൻ്റെത്. മാത്രമല്ല നല്ല കിടിലം BGM. ഈ ഹെലികോപ്റ്റർ ഇപ്പൊ ആ ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു BGM വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇതുപോലത്തെ BGM പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. അങ്ങനെ അവർ ഉടനെ തന്നെ ആ താൽക്കാലിക മിലിറ്ററി ബേസിന്റെ അടുത്ത് ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ അവർക്ക് ഒരുപാട് ചെക്കപ്പ് ഒക്കെ നടത്താനുണ്ട്. ഒന്നാമത് ആ പേടകം എന്ന് പറയുന്നത് 1500 അടി വലുപ്പമുള്ളതാണ്. അപ്പോൾ അതിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യർക്ക് അവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം സംശയമാണ്. ചില ആളുകളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് അവർക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റിയെന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തി കഴിഞ്ഞിട്ടേ അവരങ്ങോട്ട് വിടാൻ പറ്റത്തുള്ളൂ. ആ കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരങ്ങോട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ അവളുടെ അടുത്തൊരു പ്രത്യേക കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് നീ പ്രഗ്നന്റ് ആണോന്ന്. അത് കേൾക്കുമ്പോൾ ഞാൻ പ്രഗ്നന്റ് അല്ല എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരവിടുത്തെ കൺട്രോൾ റൂമിലേക്കാണ് പോകുന്നത്. ആ പേടകത്തിന്റെ അടിയിലായിട്ട് ഒരു വാതിലുണ്ട്. ഓരോ 18 മണിക്കൂർ കഴിയുമ്പോഴും ആ വാതിൽ ഓപ്പൺ ആയിട്ട് വരും. ആ സമയത്താണ് അവർക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അങ്ങനെ കുറച്ച് ആളുകളൊക്കെ അതിനകത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും തന്നെ ആ ജീവികൾ എന്താണ് പറയുന്നത് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ കേണൽ ലൂയിസിനെയും കൊണ്ട് പോകുന്നത് അവിടെ ആ ഏലിയൻസിന്റെ ഭാഷയൊക്കെ തർജ്ജമ ചെയ്യാനിരിക്കുന്ന ആളുകളുടെ അടുത്തേക്കാണ്. അവരിനി ലീഡ് ചെയ്യാൻ പോകുന്നത് ഈ ലൂയിസ് ആണ്. അവളെ പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം അവർക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ അവർ തയ്യാറാക്കാൻ തുടങ്ങി. ആ പേടകത്തിന്റെ അകത്തേക്ക് കയറുമ്പോൾ അവരൊരു പ്രത്യേക തരം സ്യൂട്ട് ഇടണം.
അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അന്യഗ്രഹ ജീവികളാണല്ലോ. അതുകൊണ്ട് തന്നെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ മനുഷ്യരുടെ ശരീരം കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാനാണ് അങ്ങനെ ഒരു സൂട്ട് ധരിക്കുന്നത്. ഈ സമയം ലൂയിസ് ചെയ്യാനോ നല്ല ടെൻഷനിലാണ്. അതുകൊണ്ട് തന്നെ അവർ ആ അന്യഗ്രഹ ജീവികളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ലൂയിസ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല നമ്മൾ ആ ജീവികളുടെ അടുത്തെത്തി കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ എന്തെങ്കിലും കോൺടാക്ട് ഉണ്ടാവോ, അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യത്തില്ലേ എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഒരു കോൺടാക്ട് ഉണ്ടാവത്തില്ല. നിങ്ങളിപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വാളുണ്ട്, അതിനിപ്പുറത്തായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുമായിട്ടൊരു കോൺടാക്ട് ഉണ്ടാവത്തില്ല. അത് കേൾക്കുമ്പോഴാണ് ഇയാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ അന്യഗ്രഹ ജീവികളെ കാണാൻ എങ്ങനെയായിരിക്കും? അതാണ് അവനിപ്പോൾ അറിയേണ്ടത്. എന്തായാലും നിങ്ങളിപ്പോൾ കാണാൻ പോവല്ലേ, അതിനു മുമ്പ് ഞാനിപ്പോൾ ഇവിടുന്ന് കഥ പറയണോ എന്നാണ് ആ പട്ടാളക്കാരൻ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ കുറെ വണ്ടികളിലായിട്ട് അവർ ആ ഷെല്ലിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ആ ഷെല്ലിന്റെ താഴെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരു ലാഡറിലാണ് എല്ലാവരും ഇപ്പം നിൽക്കുന്നത്. ഇനിയിപ്പോൾ ആ ഡോറ് തുറക്കുമ്പോൾ ആ ലാഡർ മുകളിലേക്ക് ഉയർത്തും. അങ്ങനെ ആ ഡോറ് തുറന്നു. ലാഡർ പതുക്കെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. മുകളിലേക്ക് വലിയൊരു കോറിഡോറാണ്. പക്ഷെ അത് നേരെ കുത്തനെയാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ആ സ്പേസ് ഷിപ്പിന് ഒരു സെറ്റപ്പ് ഉള്ളത്. അതായത് അവരിപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് മുകൾ ഭാഗത്തേക്ക് സ്പേസ് ആണ്, അവിടെ ഗ്രാവിറ്റി ഇല്ല. അതിലൂടെ അവർക്ക് ഫ്ലോട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് മുകളിലേക്ക് ജമ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു പ്രത്യേക സ്ഥലം കഴിയുമ്പോൾ അപ്പുറത്തായിട്ട് ഗ്രാവിറ്റി ഉണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് മുകളിലേക്ക് ചാടുകയാണ്. ഇനി അവർക്ക് അതിൽ നടന്നു പോവാണ് വേണ്ടത്. എന്നാൽ ഈ സമയം ലൂയിസിനാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അങ്ങോട്ട് ചാടാൻ കൂട്ടാക്കുന്നില്ല. അത് കാണുന്ന കേണൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളെയും കൂട്ടിപ്പിടിച്ചിട്ട് മുകളിലേക്ക് ഒരൊറ്റ ചാട്ടം ചാടുന്നു. അങ്ങനെ എല്ലാവരും ആ കോറിഡോറിലേക്ക് ലാൻഡ് ചെയ്തു. ഇനിയിപ്പോ മുന്നോട്ട് അവർക്ക് നടക്കാൻ സാധിക്കും. അങ്ങനെ നടന്ന് അവർ ആ സ്ക്രീനിന്റെ മുന്നിലെത്തി. ആ വെളുത്ത സ്ക്രീനിന്റെ അപ്പുറത്തായിട്ടാണ് ഏലിയൻസ് വരിക. ഈ സമയം ആ ഏലിയൻസുമായിട്ടുള്ള അവരുടെ സംസാരമൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അവരവിടെ ക്യാമറ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ലൈവായിട്ട് ആ ബേസിലിരിക്കുന്ന പട്ടാളക്കാർക്കും കാണാൻ സാധിക്കും. ഇതുകൂടാതെ ഒരു കൂട്ടിനകത്ത് ഒരു ചെറിയ കിളിയെയും അവരവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയം കഴിയുമ്പോൾ ആ സ്ക്രീനിന്റെ അപ്പുറത്തായിട്ട് എന്തൊക്കെയോ മഞ്ഞ് ഇങ്ങനെ നിറയാൻ തുടങ്ങി. മൊത്തം പുകമയമാണ്. അങ്ങനെ ആ മഞ്ഞെല്ലാം മൂടി കഴിയുമ്പോഴാണ് ആ ഏലിയൻസ് അങ്ങോട്ട് വരുന്നത്. ഒരു പേടകത്തിനകത്ത് 2 ജീവികളാണുള്ളത്. ആ ജീവികൾ അങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രത്യേകതരം സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് കേട്ടാൽ തന്നെ ശരിക്കും പേടിച്ചു പോകും. മാത്രമല്ല നല്ല കിടിലം ബീജിയമാണ് ഇവിടെ വരുന്നത്. അതും കൂടെ ഞാനൊന്ന് കേൾപ്പിക്കാം. ഈ ജീവികളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമേ അവർക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. അതൊരുമാതിരി നീരാളിയെ പോലെയാണ് ഇരിക്കുന്നത്. 7 കാലുകളാണ് അതിനുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യർ ആ ജീവികളെ വിളിക്കുന്നത് ഹെപ്റ്റാപോഡ്സ് എന്നാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ലൂയിസ് ഏലിയൻസിനെ കണ്ടു. അതും ഇമ്മാതിരി ഒരു ഐറ്റം. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ആകെ കിളി പോയി നിൽക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് അവർ ബേസിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇനിയിപ്പോ 2 മണി വരെ സമയമുണ്ട്. അതിനുള്ളിൽ ആ ഏലിയൻസ് എന്താണ് പറഞ്ഞത് എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുമോ നോക്കണം. അതിന് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 മണിയാകുമ്പോൾ വീണ്ടും ആ വാതിൽ തുറക്കും. അങ്ങനെ അവർ വീണ്ടും ചെന്നിട്ട് അന്യഗ്രഹ ജീവികളുടെ അടുത്ത് സംസാരിക്കണം. ഇതാണ് കേണൽ ഇപ്പോൾ ലൂയിസിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവൾ വേഗം തന്നെ ആ ഏലിയൻസിന്റെ വോയിസ് ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. അവളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് ഈ ഒരു വോയിസ് ആണ്. ഇതിൽ നിന്നും അവൾക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഈ സമയം സിറ്റിയിലെ കാര്യങ്ങളൊക്കെ വളരെ മോശം കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്യഗ്രഹ ജീവികൾ അങ്ങോട്ട് വന്നോന്ന് അറിഞ്ഞുകൊണ്ട് ആളുകളെല്ലാം ശരിക്കും പാനിക്കായിട്ടുണ്ട്. അവരെല്ലാവരും കൂട്ടത്തോടെ സിറ്റിയിലുള്ള പല കടകളും അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ടെൻഷനോടെയാണ് പട്ടാളക്കാരൊക്കെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. വേറെയും 11 രാജ്യങ്ങളിൽ ഇതുപോലത്തെ പേടകങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അവിടെയുള്ള ആളുകളും ഈ ഏലിയൻസിന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കും ഇതുവരെയായിട്ട് ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല. അങ്ങനെ സമയം 2 മണിയാവാറായി. അവർക്ക് പോകാനായിട്ടുണ്ട്. എന്നാൽ ഇത്തവണ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലൂയിസ് ഒരു ബോർഡും കൂടെ കയ്യിലെടുത്തിട്ടുണ്ട്. അവള് ബോർഡുമായിട്ട് വരുന്ന കാണുമ്പോൾ ഇതെന്തിനാ ബോർഡൊക്കെ എന്നാണ് കേണൽ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് മറ്റൊന്നിനല്ല, ആ ഏലിയൻസ് സംസാരിച്ചുകൊണ്ടിരിക്കുക മാത്രമാണെങ്കിൽ അവരെന്താണ് പറയുന്നത് എന്ന കാര്യം എനിക്ക് മനസ്സിലാവത്തില്ല. ഒരുപക്ഷെ അവർക്ക് എഴുതി കാണിക്കാനുള്ള എന്തെങ്കിലും ലിപി ഉണ്ടെങ്കിലോ നമുക്ക് നമ്മുടെ ഭാഷയിൽ അവർക്ക് എഴുതി കാണിച്ചു കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അവരും അവരുടെ ഭാഷയിൽ എഴുതി കാണിക്കാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോർഡ് എടുത്തത് എന്നാണ് അവൾ പറയുന്നത്. അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് കേണലിനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ അതിനെ അനുവദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ആ ഷെല്ലിന്റെ അകത്തെത്തി. അവൾ വേഗം തന്നെ ബോർഡ് എടുത്തിട്ട് ഹ്യൂമൻ എന്നാണ് അതിൽ എഴുതുന്നത്. അതിനുശേഷം അത് ആ ജീവികളെ പൊക്കി കാണിക്കാൻ തുടങ്ങി. ഞങ്ങൾ മനുഷ്യരാണ് എന്നാണ് അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൾ അത് പറഞ്ഞു കഴിയുമ്പോൾ ആ ഏലിയൻസ് ആണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. കുറച്ച് സമയത്തേക്ക് പിന്നീട് ആ ഏലിയൻസിനെ കാണുന്നില്ല. അവിടെയുള്ളവരൊക്കെ എന്താണ് അവർ തിരിച്ചു പോയത് എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൂട്ടിലൊരു കിളിയെ വെച്ചിട്ടുണ്ടല്ലോ, അതാണെങ്കിൽ ശരിക്കും ഇങ്ങനെ ബഹളം വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് നിശബ്ദതയാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ വലതുഭാഗത്ത് നിന്നിരുന്ന ഏലിയൻ തിരിച്ചു വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ അത് അതിന്റെ ഒരു ടെന്റക്കിൾ പൊക്കിയിട്ട് ഒരു തരത്തിലുള്ള മഷി ആ സ്ക്രീനിലേക്ക് വിടുകയാണ്. അത് വട്ടത്തിലുള്ള ഒരു സിമ്പൽ ആയിരുന്നു. അതാണ് ആ ഏലിയൻസിന്റെ ഭാഷ. കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ തന്നെ അത് മാഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്.
അത് കാണുമ്പോൾ ലൂയിസിനും കൂട്ടർക്കും ശരിക്കും സന്തോഷമായി. ഞങ്ങളെല്ലാവരും മനുഷ്യരാണ്, നിങ്ങൾ എന്താണ് എന്നാണ് അവളിങ്ങനെ വിളിച്ചു ചോദിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും മറ്റേ ഏലിയനും വന്നിട്ടുണ്ട്. അവരുടനെ തന്നെ 2 സിംബലുകൾ കൂടെ അവരെ കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സിംബൽ കൂടെ കാണിക്കുന്നുണ്ട്. ഇത് വലിയൊരു ബ്രേക്ക് ത്രൂ ആണ്. വേറെ ഒരു രാജ്യത്തുള്ള ആളുകളും ഇങ്ങനെ ഒരു പുരോഗതി ഉണ്ടാക്കിയിട്ടില്ല. അതായത് ആദ്യമായിട്ട് ഏലിയൻസ് അവരുടെ ഭാഷ വഴി മനുഷ്യരോട് സംസാരിച്ചു. പക്ഷെ അവരെന്താണ് പറഞ്ഞത് എന്ന കാര്യം ലൂയിസിനും കൂട്ടർക്കും മനസ്സിലായിട്ടില്ല. എങ്കിലും ആ ചിത്രങ്ങളൊക്കെ അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ബേസിലേക്ക് ചെന്നിട്ട് അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ സെക്ഷൻ അവസാനിപ്പിച്ചിട്ട് ലൂയിസും കൂട്ടരും ബേസിലേക്ക് തിരിച്ചെത്തി. ലൂയിസ് ആണെങ്കിൽ ശരിക്കും സന്തോഷത്തിലാണ്. കാരണം അവള് കാരണം ഇപ്പൊ വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ കേണലാണെങ്കിൽ കുറച്ച് കലിപ്പിലാണ് അവിടെ നിൽക്കുന്നത്. അവളെ കാണുമ്പോൾ അയാൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ വിജയിച്ചു എന്ന കാര്യം ശരി തന്നെയാണ്, പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ഭാഷ മൊത്തം അവരെ പഠിപ്പിച്ചിട്ട് അവരുടെ ഭാഷ കൂടെ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ എത്ര സമയം കഴിയും? ഇതൊക്കെ പ്രാക്ടിക്കൽ ആണോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ വല്ലാതെ ടെൻഷൻ അടിക്കണ്ട, ഇതിനത്ര സമയമൊന്നും എടുക്കത്തില്ല എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. എങ്കിലും ആ മറുപടി പുള്ളിക്ക് അങ്ങോട്ട് തൃപ്തിയായിട്ടില്ല. അയാൾ വീണ്ടും അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിങ്ങളിങ്ങനെ കൂടുതൽ സമയം എടുക്കുന്നത് എന്നെ തന്നെയാണ് ബാധിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് മാത്രം കാര്യങ്ങൾ പറഞ്ഞാൽ മതി, പക്ഷെ എനിക്ക് എന്റെ മേലുദ്യോഗസ്ഥന്മാരെ ഇതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നീ ഒന്ന് പെട്ടെന്നാക്കാൻ നോക്ക് എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ലൂയിസ് ആണെങ്കിൽ ഒരു കഥയാണ് അയാളുടെ അടുത്ത് പറയുന്നത്. അതായത് 1770 ജെയിംസ് കുക്ക് എന്ന പേരുള്ള ഒരാൾ ആസ്ട്രേലിയയിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അവരവിടേക്ക് എത്തിയപ്പോൾ അവിടെ കുറച്ച് ഗോത്രവർഗ്ഗക്കാരുണ്ട്. അവർ ആ ഗോത്രവർഗ്ഗക്കാരടുത്ത് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജെയിംസ് കുക്കും ടീമും ഓസ്ട്രേലിയയിലേക്ക് ചെന്നപ്പോൾ ഒരു ജീവിയെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പേരെന്താണ് എന്ന കാര്യം അവർക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ സഞ്ചിയിൽ കുഞ്ഞിനെയും വെച്ചിട്ട് ഇതിലെ ഈ ഓടിക്കളിക്കുന്ന ജീവിയുടെ പേരെന്താണ് എന്നാണ് അവർ ചോദിച്ചത്. അത് കേട്ട ഗോത്രവർഗ്ഗക്കാരാണെങ്കിൽ കങ്കാരു എന്നാണ് പറഞ്ഞത്. ആ പേര് കേട്ടപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ആ ജീവിക്ക് കങ്കാരു എന്ന പേര് കൊടുത്തു. എന്നാൽ പിന്നീടാണ് കങ്കാരു എന്നത് എന്താണ് എന്ന കാര്യം അവർ മനസ്സിലാക്കിയത്. കങ്കാരു എന്ന പദത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ്. അതായത് ഇവര് ചോദിച്ച ചോദ്യം ആ ഗോത്രവർഗ്ഗക്കാർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവര് കങ്കാരു എന്ന് പറഞ്ഞത്. പക്ഷെ കങ്കാരു എന്നുള്ളത് ആ ജീവിയുടെ പേരാണെന്ന് വിചാരിച്ചിട്ട് അവർ ആ ജീവിക്ക് ആ പേര് കൊടുക്കുകയും ചെയ്തു. ഈ ഒരു കഥയാണ് ലൂയിസ് പറയുന്നത്. അവൾ ആ കഥ പറഞ്ഞു കഴിയുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു കഥ എന്റെ അടുത്ത് പറയുന്നത് എന്നാണ് കേണൽ ചോദിക്കുന്നത്. ഈ കഥ പോലെ തന്നെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആ ഏലിയൻസ് എന്താണ് പറയുന്നത് എന്നതിന്റെ എക്സാക്ട് അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നമുക്ക് ഇനിയും സമയം നഷ്ടപ്പെടുത്തേ ഉള്ളൂ എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അവൾ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ അയാൾക്ക് കാര്യം കൺവിൻസ് ആയി. ഓക്കെ, നീ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ആ ഗോത്രവർഗ്ഗക്കാർക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം കൂടെ നീ മനസ്സിലാക്കണം. അവരെക്കാൾ ശക്തമായിട്ടുള്ള ഒരു സമൂഹം വന്നപ്പോൾ അവർ ആ സ്ഥലത്ത് നിന്ന് എന്നേക്കുമായിട്ട് തുടച്ചു നീക്കപ്പെട്ടു. ഈ ഏലിയൻസിന്റെ കാര്യത്തിൽ നമുക്ക് ഈ ഗതി വരരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അയാൾ പോയി കഴിയുമ്പോഴാണ് ഇയാൾ അവളുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. നീ പറഞ്ഞ കഥ കൊള്ളാലോ. ഏയ്, അത് ഞാൻ അങ്ങ് ചുമ്മാ തള്ളിവിട്ടതാണ്. എങ്കിലും ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഈ സമയം ഇയാനാണെങ്കിൽ അവളെ നന്നായിട്ടൊന്ന് നോക്കുന്നുണ്ട്. എത്ര ബുദ്ധിപരമായിട്ടാണ് അവൾ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത്. മാത്രമല്ല ഈ ഒരു അവസരത്തിൽ അവൻ അവളോടൊരു ഇഷ്ടവും തോന്നുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. എല്ലാവരും ചേർന്നിട്ട് ആ സിംബലൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂമൺ എന്ന് അവർ എഴുതി കാണിച്ചപ്പോൾ 5 സിംബലുകളാണ് തിരിച്ച ഏലിയൻസ് കാണിച്ചത്. അതിലേത് സിംബലാണ് ഹ്യൂമൺ എന്ന് അർത്ഥമാക്കുന്നത് എന്നാണ് അവർക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഈ സമയത്ത് അവർക്ക് ആ കാര്യം മനസ്സിലാവുന്നില്ല. ഈ സമയം തന്നെ വേറൊരു പ്രശ്നം കൂടെ അവർക്ക് വരുന്നുണ്ട്. ഈ അമേരിക്ക ഏലിയൻസുമായിട്ട് സഹകരിക്കുന്ന പോലെ ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും സഹകരിച്ചോളന്നില്ല. ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും പ്രശ്നം ചൈനയ്ക്കാണ്. ചൈനയുടെ ജനറലായ ഷാങ് ആണെങ്കിൽ ഒരു കടുംപിടുത്തക്കാരനാണ്. മാത്രമല്ല ചൈന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയാണ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ അവരുടെ കൂടെ നിൽക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയെടുത്തേ പറ്റൂ. അങ്ങനെ അവർക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. ലൂയിസ് ആണെങ്കിൽ ഇത്തവണ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ കുറച്ച് പദങ്ങളൊക്കെ ആ അന്യഗ്രഹജീവികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവൾ ഒരു ചാർട്ടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കാണുമ്പോൾ ഇത് നടക്കുക, തിന്നുക, ഇരിക്കുക, ഇതൊക്കെ അവരെ പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം എന്നാണ് കേണൽ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ വിശദമായിട്ട് തന്നെ അവൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അത് അവൾ ബോർഡിൽ എഴുതി കാണിച്ചുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് അവർക്കിപ്പോൾ ആ ഏലിയൻസിനോട് ചോദിക്കാനുള്ളത് മെയിൻ ആയിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഭൂമിയിൽ അവരുടെ ഉദ്ദേശം? വാട്ട് ഈസ് യുവർ പർപ്പസ് ഓൺ എർത്ത്? പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം നേരിട്ട് ഏലിയൻസിനോട് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്കത് മനസ്സിലാവത്തില്ല. അത് അവർ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വാട്ട് എന്താണെന്ന് പഠിപ്പിക്കണം, പിന്നെ യുവർ എന്താണെന്ന് പഠിപ്പിക്കണം, പർപ്പസ് എന്താണെന്ന് പഠിപ്പിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദ്യം അവരെ പഠിപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു സെന്റൻസ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതുകൂടാതെ ഈ സെന്റൻസ് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞാലും അവര് മറുപടി തരുമ്പോൾ നമുക്കത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എഴുതി കൂട്ടിയ വാക്കുകളുടെയൊക്കെ അവരുടെ ലിപി എന്താണ് എന്ന കാര്യം നമ്മളും മനസ്സിലാക്കിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കുന്നത് വെറുതെയാണ്. ഇങ്ങനെയുള്ള ഒരു എക്സ്പ്ലനേഷൻ
ഇൻഫർമേഷനാണ് അവൾ കേണലിന് കൊടുക്കുന്നത്. കേണലിനാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ വേഗം തന്നെ ആ ഷെല്ലിന്റെ അകത്തേക്ക് എത്തി. അവിടെ ചെന്ന ഉടനെ ലൂയിസ് ആണെങ്കിൽ ആ ബോർഡിൽ അവളുടെ പേര് എഴുതിയിട്ട് ആ ഏലിയൻസിനെ പൊക്കി കാണിക്കുകയാണ്. എന്നിട്ട് എന്റെ പേര് ലൂയിസ് എന്നാണ് അവൾ ആ ജീവികളോട് പറയുന്നത്. എന്നാൽ അവളത് കാണിച്ച ഉടനെ തന്നെ ഇടതുഭാഗത്ത് നിൽക്കുന്ന ഏലിയൻ ആണെങ്കിൽ ഒരു സിമ്പലാണ് കാണിക്കുന്നത്. അത് ഹ്യൂമൻ എന്ന സിമ്പലുമായിട്ട് സാമ്യം ഉണ്ടെങ്കിലും ചെറിയൊരു വ്യത്യാസത്തിന് കാണുന്നുണ്ട്. ഒരുപക്ഷെ അവരെന്തെങ്കിലും ചോദ്യമായിരിക്കും ചോദിക്കുന്നത് എന്ന കാര്യം ലൂയിസിന് മനസ്സിലായി. അങ്ങനെ അവൾ എന്തോ ആലോചിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അവൾ ഇട്ടിരിക്കുന്ന സ്യൂട്ട് അഴിക്കാൻ തുടങ്ങി. അത് കാണുന്ന ബാക്കിയുള്ളവരാണെങ്കിൽ അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. നീ എന്താണ് ഈ കാണിക്കുന്നത്? സ്യൂട്ട് അഴിച്ചിട്ട് ഇവിടെ നിന്നാൽ നീ ചിലപ്പോൾ കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്ത് വന്നാലും വേണ്ടിയില്ല, നമ്മൾ മനുഷ്യരെന്താണ് എന്ന് അവർക്ക് കാണണം. അതായിരിക്കാം അവരിപ്പോ കാണിച്ച ആ സിമ്പലിന്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ സ്യൂട്ട് ഊരാൻ പോവാണെന്നും പറഞ്ഞിട്ട് അവൾ സ്യൂട്ട് ഊരി വെച്ചിട്ട് നേരെ ആ സ്ക്രീനിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ബാക്കിയുള്ളവരാണെങ്കിൽ അവൾ എന്താണ് ചെയ്യുന്നത് എന്ന ആശ്ചര്യത്തോടെ നോക്കി നിൽക്കാൻ തുടങ്ങി. ഈ സമയം അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം ചെന്നിട്ട് അവളുടെ കൈ എടുത്ത് ആ സ്ക്രീനിലേക്ക് വെക്കുകയാണ്. അത് കാണുമ്പോൾ ഇടതുഭാഗത്ത് നിൽക്കുന്ന ഏലിയണും അതിന്റെ ഒരു ടെന്റക്കിൾ എടുത്തിട്ട് ആ സ്ക്രീനിലേക്ക് വെക്കുന്നുണ്ട്. ഇപ്പോഴാണ് അവർ ശരിക്കൊന്ന് ഹായ് പറഞ്ഞത്. അങ്ങനെ അവൾ വീണ്ടും അവളുടെ പേര് പൊക്കി കാണിക്കാൻ തുടങ്ങി. ഞാൻ ലൂയിസ് ആണ് എന്നാണ് അവളത് കാണിച്ചുകൊണ്ട് പറയുന്നത്. ഈ സമയം ആ ഏലിയൻ വേറൊരു സിമ്പൽ കാണിക്കുന്നുണ്ട്. അത് ലൂയിസ് എന്നതിന്റെ അവരുടെ ഭാഷയാണ്. ഇതെല്ലാം കാണുമ്പോൾ ഇയാനും ഇൻട്രസ്റ്റ് ആയി. അവൻ വേഗം തന്നെ സ്യൂട്ട് ഊരിയിട്ട് ഇയാൻ എന്ന് എഴുതിയിട്ട് അതിനെ കാണിക്കുകയാണ്. അങ്ങനെ അവരുടെ പേര് കാണിച്ചതിന് ശേഷം നിങ്ങളുടെ പേരെന്താണ് എന്നാണ് ലൂയിസ് പിന്നെ ചോദിക്കുന്നത്. ഈ സമയം അവരവരുടെ പേരെഴുതി കാണിക്കാൻ തുടങ്ങി. ആ സിമ്പലുകൾ കാണുമ്പോൾ അപ്പോൾ അവർക്കും പേരുണ്ട് എന്ന കാര്യം ലൂയിസിന് മനസ്സിലായി. പക്ഷെ അവരെ വിളിക്കാൻ വേണ്ടി ഇവർക്കൊരു പേരുമാണല്ലോ. അതിനുവേണ്ടി ഇയാനാണ് അവർക്ക് പേരിടുന്നത്. ഇടതുഭാഗത്ത് നിൽക്കുന്ന ഏലിയനെ ആബോട്ട് എന്നും വലതുഭാഗത്ത് നിൽക്കുന്ന ഏലിയനെ കോസ്റ്റല്ലോ എന്നുമാണ് ഇയാൻ വിളിക്കുന്നത്. ലൂയിസിനും ആ പേരുകൾ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവർ ആ ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ലൂയിസ് ആണെങ്കിൽ ശരിക്കും തളർന്നിട്ടുണ്ട്. അവൾ അവിടുത്തെ ആ ടെന്റിന്റെ അകത്തേക്ക് കയറുമ്പോഴാണ് അവൾക്കൊരു വിഷം വരുന്നത്. അത് അവൾ അവളുടെ മകളുടെ കൂടെ ഒരു കുതിരയുടെ അടുത്ത് നിൽക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ആ വിഷം പോവുകയും ചെയ്യുന്നു. ആ വിഷനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം അവൾ വേഗം ആ ടെന്റിന്റെ അകത്തേക്ക് കയറാണ്. അവൾ ആ സ്യൂട്ട് അഴിച്ചിട്ടാണല്ലോ ആ ഷെല്ലിന്റെ അകത്ത് നിന്നത്. അതുകൊണ്ട് തന്നെ അവൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടോ എന്നാണ് ഡോക്ടർ ഇപ്പൊ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നവും അവളുടെ ശരീരത്തിൽ സംഭവിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൾ അവളുടെ റൂമിലെത്തി ആ സിമ്പിൾസ് ഒക്കെ ശരിക്കും പരിശോധിക്കാൻ തുടങ്ങി. ആ സിമ്പിൾസിന്റെ ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കിയിട്ടാണ് അവൾ ഇപ്പൊ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് വീണ്ടും ആ വിഷം വരുന്നത്. അത് അവളുടെ മകൾ തന്നെയായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അടുത്ത കുറെ സെക്ഷനുകളായിട്ട് ലൂയിസും ഇയാനും കൂടെ ആ ഏലിയൻസിന് ഓരോ വാക്കുകളും പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ വാക്കുകളും ലൂയിസും പഠിച്ചെടുക്കുന്നുണ്ട്. അവരുടെ ആ കാര്യം അവിടെ നടന്നോട്ടെ. അതിനിടയിൽ ഈ ഹെപ്റ്റാപോഡുകളെ കുറിച്ചിട്ട് നമുക്കൊരു വിശകലനം നടത്തി നോക്കാം. ഗ്രീക്ക് ഭാഷയിൽ ഹെപ്റ്റ എന്ന് പറഞ്ഞാൽ 7 എന്നാണ് അർത്ഥം. പോഡ് എന്നാൽ കാൽ എന്നാണ് അർത്ഥം. 7 കാലുകൾ ഉള്ളത് കൊണ്ടാണ് ഇവറ്റകൾക്ക് ഹെപ്റ്റാപോഡ് എന്ന പേര് കൊടുത്തത്. ആരാണവർ? പുറം ലോകത്തിന് അവരെ കാണാനും കേൾക്കാനും കഴിയും. എന്നാൽ ഹെപ്റ്റാപോഡുകൾ യാതൊരു തരത്തിലുള്ള ഫുട് പ്രിന്റുകളും അവശേഷിപ്പിക്കുന്നില്ല. അവരുടെ ആ സ്പേസ്ഷിപ്പ് ഉണ്ടല്ലോ, അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ഇതുവരെ മനുഷ്യർക്ക് അജ്ഞാതമാണ്. മാത്രമല്ല ആ പേടകങ്ങൾ മാലിന്യമോ വാതകമോ റേഡിയേഷനോ അങ്ങനെ ഒന്നും തന്നെ പുറപ്പെടുവിക്കുന്നുമില്ല. ഈ 12 രാജ്യങ്ങളിലായിട്ട് ഇതുപോലുള്ള സ്പേസ്ഷിപ്പുകൾ ഉണ്ടല്ലോ, അവരെല്ലാവരും തന്നെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് മനുഷ്യർ വിശ്വസിക്കുന്നത്. എങ്കിലും അതിനൊരു തെളിവുമില്ല. ഇനി ഒരു പക്ഷേ ആ ഏലിയൻസ് സയന്റിസ്റ്റുകളാണോ അതോ ടൂറിസ്റ്റുകളാണോ? സയന്റിസ്റ്റുകളാണെങ്കിൽ അവർ ഒരുപാട് ചോദ്യങ്ങളൊന്നും നമ്മളുടെ അടുത്ത് ചോദിക്കുന്നില്ല. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർ ഒരു സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വിദഗ്ധർക്ക് പോലും അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും കുറഞ്ഞ ലൈറ്റ്നിങ് സ്ട്രൈക്ക് ഉള്ള സ്ഥലങ്ങൾ നോക്കിയിട്ടാണ് ആ സ്പേസ് ഷിപ്പുകളെല്ലാം തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടെത്തിയത് ഒരു ഹെപ്റ്റാപോഡ് പറയുന്നതും എഴുതുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാണ്. മനുഷ്യന്റെ എല്ലാ ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവരുടെ ലിപി എന്ന് പറയുന്നത് സെമസിയോഗ്രാഫിക് ആണ്. അതൊരർത്ഥം മാത്രമാണ് കൈമാറുന്നത്. എന്നാൽ ശബ്ദത്തെ അത് റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ ആ ഏലിയൻസ് നമ്മളുടെ എഴുത്ത് രീതിയെ പാടെ അങ്ങ് തള്ളിക്കളഞ്ഞു കാണും, ഇത് വെറും വേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ലിപി നമ്മളെ പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇനി ഹെപ്റ്റാപോഡുകൾ എങ്ങനെയാണ് എഴുതുന്നത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സംഭാഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലോഗോഗ്രാം എന്ന് പറയുന്നത് സമയരഹിതമാണ്. അവരുടെ പേടകമോ അതുപോലെ ശരീരമോ പോലെ അവരുടെ ഭാഷയ്ക്കും മുന്നോട്ടെന്നോ പിന്നോട്ടെന്നോ അങ്ങനെ ഒരു ഡയറക്ഷൻ ഇല്ല. ലിംഗ്വിസ്റ്റുകൾ ഇതിനെ വിളിക്കുന്നത് നോൺ ലീനിയർ ഓർത്തോഗ്രഫി എന്നാണ്. അവരുടെ ഭാഷയെ കുറിച്ചിട്ട് ഇപ്പൊ പറഞ്ഞ രീതിയിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അവരുടെ ചിന്തയും അവരുടെ ഭാഷ പോലെ തന്നെയാണോ എന്നൊരു ചോദ്യം അവിടെ ഉയർത്തുന്നുണ്ട്. ഇനിയിപ്പം നമ്മുടെ ഭാഷയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 2 കൈകൾ ഉപയോഗിച്ചിട്ട് ഇടതുവശത്ത് നിന്നും ഒരു കാര്യം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. ആ ഒരു സെന്റൻസ് എഴുതാൻ എത്ര സ്ഥലം വേണം എന്ന കാര്യം നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യണം.
കാരണം നീളത്തിലാണ് നമ്മൾ എഴുതുന്നത്. എന്നാൽ ഹെപ്റ്റാപോഡിനെ സംബന്ധിച്ചിട്ട് 2 സെക്കൻഡിനുള്ളിൽ തന്നെ സങ്കീർണമായിട്ടുള്ള ഒരു സെന്റൻസ് വളരെ ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. കാരണം അവരുടെ ലിപി എന്ന് പറയുന്നത് വട്ടത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ നമുക്കൊരു മാസം സമയം വേണ്ടി വന്നു. ഇനിയിപ്പോ ലൂയിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏലിയൻസിന്റെ ലിപികൾ വെച്ചിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് വെച്ചിട്ടാണ് ഇനി അവരുടെ അടുത്ത് സംസാരിക്കേണ്ടത്. പക്ഷെ അത് റെഡിയാക്കി എടുക്കാൻ ഒരു മാസം കൂടെ ഇനി സമയം വേണം. അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ഹെപ്റ്റപോഡുകളോട് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാത്രി ലൂയിസും ഇയാനും പുറത്തു വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം ഇയാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇത്രയും ദിവസമായിട്ട് ആ ഹെപ്റ്റപോഡുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നീ വളരെ നല്ല രീതിയിൽ അതൊക്കെ പഠിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ എനിക്കാണെങ്കിൽ ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്താണ് എന്നാണ് ഞാനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പോഴും സിംഗിൾ ആയിട്ട് തന്നെ നിൽക്കുന്നത് എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ആവുമല്ലോ. ഇതിനിപ്പോ പഠിച്ചാലും നീ സിംഗിൾ ആണെങ്കിൽ എന്നും നീ സിംഗിൾ ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ആ തമാശ എന്തായാലും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യം. നീ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മണ്ടന്മാരെ പോലെ തന്നെ ഞാനും ഒരു മുതുമണ്ടനായി പോയനെ എന്നാണ് ഞാൻ തമാശ രീതിയിൽ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ലൂയിസ് ഇപ്പോ ഹെപ്റ്റാപോഡുകളുടെ ആ ഭാഷയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വീണ്ടും അവൾക്ക് അവളുടെ മകളുടെ വിഷം വരാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവൾക്ക് വല്ലാത്തൊരു തളർച്ച അനുഭവപ്പെടുന്നുണ്ട്. ഈ സമയം ആ വിഷനിൽ അവൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ മകൾ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അതിലൊരാണും പെണ്ണും നിൽക്കുന്നുണ്ട്. അവരുടെ മുന്നിലായിട്ട് ഒരു കൂട്ടിലിട്ടൊരു കിളിയുമുണ്ട്. ഇതെന്താണെന്ന് ലൂയിസ് ചോദിക്കുമ്പോൾ, ഇത് അച്ഛനും അമ്മയും ഏതോ മൃഗങ്ങളോട് സംസാരിക്കുന്ന ഫോട്ടോയാണ് എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ, നോക്കുമോളെ, ഞാനും നിന്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നമൊക്കെ നിനക്ക് അറിയാമല്ലോ. അവൾ ചോദിക്കുന്നു. എനിക്കറിയാം അമ്മേ, അതിനെക്കുറിച്ച് ഓർത്ത് എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാനിത് വെറുതെ വരച്ചാന്നേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിൽ നിങ്ങളൊന്നുമല്ല എന്നാണ് ഹന്ന മറുപടി പറയുന്നത്. ഈ ഒരു വിഷനാണ് അവൾ കാണുന്നത്. ഈ സമയം അവൾ വല്ലാതെ ടയേർഡായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ ഇയാൻ അങ്ങോട്ട് വന്നിട്ട് അവളെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് നിനക്ക് പറ്റിയത് എന്നാണ് ഇയാൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, എനിക്കറിയത്തില്ല, അതെങ്ങനെ വിശദീകരിക്കണം എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അവൾ പറയുന്നത്. പക്ഷെ അവൾ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴാണ് ആ കേണൽ അങ്ങോട്ട് വരുന്നത്. അതോടെ അവരുടെ ആ സംസാരം ബ്രേക്ക് ആവുകയും ചെയ്യുന്നു. അങ്ങനെ ടെന്റിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവൾ അവിടുത്തെ ആ ഫീൽഡിലൂടെ നടക്കാൻ തുടങ്ങി. ഈ സമയത്തും അവളുടെ മകളെ കുറിച്ചിട്ടുള്ള ആ വിഷം വരുന്നുണ്ട്. അവളുടെ മകൾ വയ്യാതെ കിടക്കുന്ന സമയത്ത് വിഷനാണ് അവളുടെ മുന്നിലേക്ക് ഇപ്പോൾ വരുന്നത്. മാത്രമല്ല, ചെറുപ്പത്തിൽ അവളുടെ കൂടെ ബെഡിൽ കിടക്കുന്ന ഒരു വിഷനും കൂടെ അവൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ അവൾ ശരിക്കും വിഷമത്തിലിരിക്കുകയാണ്. അങ്ങനെ അവൾ തിരിച്ച് അവളുടെ റൂമിലെത്തി. ഈ സമയം അവളെ കാണാൻ വേണ്ടിയിട്ട് ഇയാനും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൾക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാനാണ് അവനിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്കിപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നാണ് അവൾ പറയുന്നത്. ഈ സമയം ഇയാൻ മറ്റൊരു കാര്യം പറയാൻ തുടങ്ങി. ഞാൻ ഈയിടെയായിട്ട് ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന ഒരു കാര്യം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. നമ്മളൊരു അന്യ ഭാഷയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിനെ പുനഃക്രമീകരിക്കാൻ നമുക്ക് സാധിക്കും. സാപ്പിൻവോർഫ് തിയറി എന്നാണ് അതിനെ പറയുന്നത്. ഈ ഒരു കാര്യമാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ, സാപ്പിൻവോർഫ് എനിക്കറിയാം. ആ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നിർണ്ണയിക്കുന്നത്. മാത്രമല്ല, എല്ലാം എങ്ങനെ കാണുന്നു എന്നതിനെ ഇത് ബാധിക്കുന്നുണ്ട്. അതെ, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഒരു കാര്യത്തിൽ എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. നീ ഇപ്പോൾ ഹെപ്റ്റാപോഡ്സിന്റെ ഭാഷയിലല്ലേ മുഴുകിയിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്വപ്നം നീ കാണാറുണ്ടോ? അവൻ ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ അവളൊന്ന് സൈലന്റ് ആവാണ്. കാരണം അവൾ ഇടയ്ക്ക് അവളുടെ മകളെ സ്വപ്നം കാണുന്നുണ്ടല്ലോ. പക്ഷെ ആ കാര്യം മാത്രം അവളിപ്പോ പറയുന്നില്ല. അവൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഞാൻ സ്വപ്നം കാണുന്നുണ്ടായിരിക്കും, പക്ഷെ അത് കാരണം എന്റെ ഇപ്പോഴത്തെ ജോലിയിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കത്തില്ല എന്നാണ് അവൾ പറയുന്നത്. അവൾ അത് പറഞ്ഞു തീരുമ്പോൾ ആ ഹെപ്റ്റാപോഡിനെയാണ് അവൾ കാണുന്നത്. പെട്ടെന്ന് അതിനെ കാണുമ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോവാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് അവൾ എഴുന്നേൽക്കുന്നതാണ്. ആ കേണലിൽ പങ്കിട്ട് വന്നിട്ട് അവളെ വിളിച്ചതാണ്. അയാൾ അവളെ നേരെ വിളിച്ചോണ്ട് പോകുന്നത് അവരുടെ കൺട്രോൾ റൂമിലേക്കാണ്. ചൈനക്കാരുടെ ഒരു സംഭാഷണം അവർ ചോർത്തിയിട്ടുണ്ട്. അതൊന്ന് തർജ്ജമ ചെയ്ത് കൊടുക്കാനാണ് അയാൾ അവളോട് പറയുന്നത്. അവൾ ഉടനെ തന്നെ ആ റെക്കോർഡിംഗ് കേൾക്കാൻ തുടങ്ങി. ചൈനയുടെ ജനറലായ ആ ഷാങ് ആണ് സംസാരിക്കുന്നത്. അയാൾ അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 12 പേടകങ്ങളും എന്തോ അഡ്വാൻസ്ഡ് ടെക്നോളജി വാഗ്ദാനം ചെയ്തു എന്നാണ്. അതിനുശേഷം വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ഭാഷയിൽ നിന്ന് എന്തൊക്കെയോ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നു. പിന്നെ ബഹുമാനം, നേട്ടം, പൂക്കൾ, യൂണിഫോം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായിട്ടില്ല. അവൾ ആ കാര്യം കേണലിനോട് പറയാണ്. പക്ഷെ കേണലിനും അത് മനസ്സിലായിട്ടില്ല. പക്ഷെ അയാൾ മറ്റൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ചൈനയും റഷ്യയും എന്തിനോ ഉള്ള ഒരുക്കത്തിലാണ്. അവരൊരു സൈന്യത്തെ തന്നെ അണിനിരത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അയാൾ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവൾ നോക്കുമ്പോൾ ആ സൈന്യം മൊത്തം ഒരു യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത്. ഈ സമയത്താണ് അവൾ നേരത്തെ കേട്ട റെക്കോർഡിംഗ് അവൾ ഓർക്കുന്നത്. യൂണിഫോം, നേട്ടം, ബഹുമാനം, പൂക്കൾ, ഇതായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൈനയിലെ മാജോങ് എന്ന ബോർഡ് ഗെയിമിലെ ചതുരക്കട്ടകളാണ്. ആ ഒരു കാര്യത്തിൽ നിന്നും അവൾക്കൊന്ന് മനസ്സിലായി. ആ ഹെപ്റ്റാപോഡുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഗെയിമാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്. ആ കാര്യം അവൾ കേണലിന്റെ അടുത്ത് പറയുമ്പോൾ, ഒരുപക്ഷെ ആയിരിക്കാം, പക്ഷെ എന്തിനാണ് ഗെയിം അവറ്റകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? കേണലിന് സംശയമായി. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയല്ല അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതിനു പകരം ചെസ് ഗെയിം പഠിപ്പിച്ചു കൊടുത്താൽ എങ്ങനെ
അങ്ങനെ ഉണ്ടാവും. പിന്നെ എല്ലാ സംഭാഷണങ്ങളും കളിയിലൂടെ ആയിരിക്കും. അതായത് എല്ലാ ആശയങ്ങളും എതിർപ്പ്, വിജയം, തോൽവി എന്നിവയിലൂടെ ആയിരിക്കും പ്രകടിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഗെയിമൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഹെപ്റ്റാപോഡുകളും മനുഷ്യരും തമ്മിലുള്ള ഒരു യുദ്ധത്തിലായിരിക്കും കലാശിക്കാൻ പോകുന്നത് എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ കേണലിന് ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നീ പെട്ടെന്ന് റെഡി ആവും, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഏലിയൻസിന്റെ ഉദ്ദേശം അറിഞ്ഞേ പറ്റൂ എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അടുത്ത സെക്ഷന് സമയമാകുമ്പോൾ അവർ വേഗം തന്നെ ആ ഹെപ്റ്റാപോഡുകളുടെ മുന്നിലെത്തി. ഈ സമയമാകുമ്പോഴേക്കും ലൂയിസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷയുടെ വൊക്കാബുലറീസ് ഒക്കെ ഒരു ടാബിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് അവരുടെ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം. ഇവക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. അങ്ങനെ അവൾ വേഗം തന്നെ അവളുടെ ആ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. എന്താണ് ഭൂമിയിൽ നിങ്ങളുടെ ഉദ്ദേശം എന്നാണ് അവൾ ചോദിക്കുന്നത്. ഉടനെ തന്നെ ആ ഹെപ്റ്റാപോഡ് അതിന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നു. ആ സിമ്പല് കണ്ട് ആൾക്കാരാണെങ്കിൽ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. അവൾ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം, എങ്കിലേ ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ. പക്ഷെ ലൂയിസ് ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം ആ ജീവികളെ പറഞ്ഞിരിക്കുന്നത് ഓഫർ വെപ്പൺ എന്നാണ്. അതായത് അവർ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം ഒരായുധം തരാനാണ് എന്നാണ്. അങ്ങനെ അവൾ ആ കാര്യം കേണലിനെയും കൂട്ടി അറിയിച്ചു. വെപ്പൺ എന്ന് കേട്ടതുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും പേടിച്ചു നിൽക്കുകയാണ്. അത് കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പേടിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്താണോ പഠിപ്പിച്ചത് അതുവഴിയാണ് അവർ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഒരുപക്ഷെ നമ്മൾ വെപ്പൺ എന്ന കാര്യം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് തെറ്റായിട്ടായിരിക്കും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഈ വെപ്പൺ എന്നതും ടൂൾ എന്നതും അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലായി കാണത്തില്ല. ഒരുപക്ഷെ ഉപകരണം എന്നായിരിക്കും അവർ ഈ വെപ്പൺ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അല്ലാതെ അതൊരിക്കലും ആയുധമാവാൻ വഴിയില്ല എന്നൊക്കെയാണ് ലൂയിസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ഇയാൻ ഒരു കാര്യം പറയുന്നത്. അവര് നമുക്ക് ആ ടൂൾ ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവര് നമ്മളിൽ നിന്നും തിരിച്ചെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ എന്തോ കച്ചവടത്തിന് വേണ്ടിയിട്ടായിരിക്കാം അവരിങ്ങോട്ട് വന്നത് എന്നാണ് ഇയാന്റെ അഭിപ്രായം. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, നമ്മളെന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് അത് നിങ്ങൾ ആദ്യം പറഞ്ഞതാ. അയാൾ പറയുന്നു, അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ പോയിട്ട് അവരോട് സംസാരിച്ചിട്ട് വരാം എന്നാണ് ലൂയിസ് പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും കേണലിനൊരു കോള് വന്നിട്ട് അയാൾ പുറത്തേക്ക് പോവാണ്. അതിനിടയിൽ മിലിറ്ററിയിലെ വേറൊരാൾ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണെങ്കിലും ഈ വെപ്പൺ എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കിയ കാര്യം പുറം ലോകത്തെ അറിയിക്കേണ്ട. നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് ഒരു നേതാവല്ല ഭരിക്കുന്നത്, പല രാജ്യങ്ങൾക്കും പല ലീഡേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അമേരിക്കക്കാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഈ വെപ്പൺ എന്ന പേരും കൂടെ പുറത്തു പോവുകയാണെങ്കിൽ എല്ലാം അതോടെ തീരും. അതുകൊണ്ട് ഈ കാര്യം ആരെയും അറിയിക്കേണ്ട എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് അവിടെ ഒരു അലാറം അടിക്കുന്നത്. ലൂയിസ് ചെയ്യാനും വേഗം തന്നെ കൺട്രോൾ റൂമിലേക്ക് പോവാണ്. കൺട്രോൾ റൂമിനകത്ത് വലിയൊരു സ്ക്രീൻ ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 12 രാജ്യങ്ങളിലാണല്ലോ ഈ 12 സ്പേസ്ഷിപ്പുകൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഓരോ രാജ്യങ്ങളും വീഡിയോ കോളിൽ പരസ്പരം കണക്റ്റഡ് ആയിരിക്കുകയാണ്. അതാണ് ആ സ്ക്രീനിൽ കാണിക്കുന്നത്. ഓരോ രാജ്യക്കാർ എന്താണോ ആ ഏലിയൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അവർ പരസ്പരം ഷെയർ ചെയ്യും. ഇപ്പോൾ ഈ അലാറം അടിച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയും റഷ്യയും അടക്കം പല രാജ്യങ്ങളും ആ കോൺഫറൻസിൽ നിന്ന് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. അതിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ ചൈനക്കാരും റഷ്യക്കാരും ആ ഏലിയൻസിനോട് സംസാരിച്ചിട്ട് അവരെന്തോ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തോ കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം അവർ ഡിസ്കണക്ട് ചെയ്തത്. ഇപ്പോൾ അമേരിക്കക്കാരുടെ അടുത്തും ഡിസ്കണക്ട് ചെയ്യാനാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതെല്ലാം പൂട്ടിക്കെട്ടാനാണ് കേണലും കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലൂയിസ് അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ നിങ്ങളൊരു തീർപ്പിലെത്താൻ വരട്ടെ, ഇത് ഒരിക്കലും ഒരു യുദ്ധത്തിൽ കലാശിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടെ പോയിട്ടൊന്ന് അവരോട് സംസാരിച്ച് നോക്കട്ടെ, എന്നിട്ട് കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം എന്നാണ് ലൂയിസ് പറയുന്നത്. പക്ഷെ അവരാരും തന്നെ അത് സമ്മതിക്കുന്നില്ല. എങ്കിൽ ലൂയിസ് ആണെങ്കിൽ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ ഇയാനെയും കൂട്ടി വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയം അവിടെ ന്യൂസ് കാണിക്കുന്നുണ്ട്. ചൈന എന്തുകൊണ്ടാണ് ഡിസ്കണക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിലെ ആളുകൾ ആ ഏലിയൻസിനോട് സംസാരിച്ചിട്ടുണ്ട്. ആ ഹെപ്റ്റാപോഡ്സ് അവരുടെ അടുത്ത് പറഞ്ഞത് യൂസ് വെപ്പൺ എന്നാണ്, അതായത് ആയുധം ഉപയോഗിക്കാൻ. എന്നാൽ അതിൽ നിന്ന് ചൈനക്കാർ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിലെ ലോകരാജ്യങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ആ ഏലിയൻസ് ശ്രമിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനറൽ ഷാങ് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അയാൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 24 മണിക്കൂറിനുള്ളിൽ ഏലിയൻസ് തിരിച്ചവരുടെ ലോകത്തേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളൊരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ പോവാണ് എന്നാണ് ആ ഷാങ് ആ പത്രസമ്മേളനത്തിൽ പറയുന്നത്. അങ്ങനെ അമേരിക്കൻ ഗവൺമെന്റ് നൈസായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ആ സ്പേസ്ഷിപ്പ് നശിപ്പിച്ചു കളയാം. അതിനുവേണ്ടി ഒരു ടീം പട്ടാളക്കാർ ഒരു ബോംബുമായിട്ട് നേരെ ആ പേടകത്തിലേക്ക് പോവാണ്. 10 മിനിറ്റ് ടൈമറുള്ള ഒരു ബോംബാണത്. അവർ വേഗം തന്നെ അത് ആ പേടകത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയത്താണ് ഇയാനും ലൂയിസും അങ്ങോട്ട് വരുന്നത്. ഞങ്ങൾക്ക് ഉടനെ തന്നെ അതിനകത്തേക്ക് പോകണം എന്നാണ് അവർ പറയുന്നത്. അതിനകത്ത് ബോംബുള്ളതുകൊണ്ട് ആദ്യമൊന്നും പട്ടാളക്കാർ സമ്മതിക്കത്തില്ലെങ്കിലും ലൂയിസ് ഇങ്ങനെ വാശി പിടിക്കുന്ന കാണുമ്പോൾ അവരതിന് സമ്മതിക്കുകയാണ്. പക്ഷെ ബോംബ് വെച്ചിട്ടുള്ള കാര്യം മിലിറ്ററിക്കാർ അവരുടെ അടുത്ത് പറയുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇയാനും ലൂയിസും ആ ഹെപ്റ്റാപോഡ്സിന്റെ അടുത്തെത്തി. എത്രയും പെട്ടെന്ന് ആ ഹെപ്റ്റാപോഡുകൾ പറഞ്ഞതിന്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കണം. അതിനാണ് ലൂയിസ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൾ ഉടനെ തന്നെ ആ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. ഓഫർ വെപ്പൺ എന്നതിൽ നിന്ന് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാണോ എന്നാണ് അവൾ ചോദിക്കുന്നത്. ഈ സമയം ആബോട്ടാണ് അതിന് മറുപടി കൊടുക്കുന്നത്. അതൊരു സിമ്പല് കാണിക്കുകയാണ്.
പക്ഷെ അവരത് ചെക്ക് ചെയ്യുമ്പോൾ അവർക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഇയാൻ അത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ടെക്നോളജി, ഉപകരണം, രീതി അങ്ങനെ പലതും ആവാം. ഈ കാര്യമാണ് അവൻ അവളുടെ അടുത്ത് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ടെക്നോളജി താ എന്ന് അവൾ എഴുതി കാണിക്കാൻ തുടങ്ങി. എന്നാൽ ആ ബോട്ടാണെങ്കിൽ അതിന് മറുപടി കൊടുക്കുന്നില്ല. പകരം അത് ആ ഗ്ലാസ്സിൽ ഇങ്ങനെ മുട്ടാണ്. അത് കാണുമ്പോൾ അവൾ അതിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം ആ ബോട്ട് അതിന്റെ കൈ വിടർത്താൻ തുടങ്ങി. അവളോട് അത് ആ സ്ക്രീനിൽ എഴുതി കാണിക്കാനാണ് അത് പറയുന്നത്. പക്ഷെ അതിൽ എങ്ങനെയാണ് അവൾ എഴുതി കാണിക്കുക എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ചെന്നിട്ട് അവളുടെ കൈ ആ ബോട്ടിന്റെ കൈയുടെ മുകളിൽ വെക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ മഷി സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഈ സമയം അവൾക്ക് വീണ്ടും അവളുടെ മകളുടെ വിഷം വരുന്നുണ്ട്. അങ്ങനെ ആ ബോട്ടിന്റെ സഹായത്തോടെ അവൾക്ക് വേണ്ട കാര്യം അവൾ അവിടെ എഴുതി കാണിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ബോംബ് പൊട്ടാനായിട്ടുണ്ട്. അപ്പോഴേക്കും ആ 2 ഏലിയൻസും ചേർന്നിട്ട് കുറേയേറെ സിംബലുകൾ എഴുതി കാണിക്കാൻ തുടങ്ങി. ഒരുപാടുണ്ടായിരുന്നു അത്. പക്ഷെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ലൂയിസിന് മനസ്സിലാവുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും കുറെ പട്ടാളക്കാർ താഴെ വന്നിട്ട് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ബോംബ് പൊട്ടാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കുമ്പോൾ ആ ഏലിയൻസ് അവരെ 2 പേരെയും അവിടെ നിന്ന് തെറിപ്പിച്ച് കളയാണ്. അപ്പോഴേക്കും ആ ബോംബ് പൊട്ടുകയും ചെയ്യുന്നു. പക്ഷെ അവരെ അത് ബാധിക്കുന്നില്ല. അവരപ്പോഴേക്കും താഴേക്ക് വീണിട്ടുണ്ട്. അങ്ങനെ ലൂയിസിന് ബോധം വരുമ്പോൾ അവളിപ്പോൾ ആ മിലിറ്ററി ക്യാമ്പിലാണുള്ളത്. ബാക്കിയുള്ളവരാണെങ്കിൽ ആ സിംബലുകൾ എന്താണെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ആ സ്ഥലത്ത് നിന്ന് ഒഴിയാനാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ സിംബലുകൾ എന്താണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. അതിനിടയിലാണ് ലൂയിസ് അങ്ങോട്ട് വരുന്നത്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ഇവിടെ നിന്ന് ഒഴിയാൻ പാടില്ല. അവരിവിടെ ഉള്ളിടത്തോളം കാലം നമ്മളും ഇവിടെ തന്നെ ഉണ്ടാവണം. നമ്മൾ ചെയ്തത് ചെറ്റത്തരമാണ്. ആ കാര്യം നമുക്ക് അവരുടെ അടുത്ത് വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉടനെ അവരുടെ അടുത്തേക്ക് ഞങ്ങൾക്ക് പോയേ പറ്റൂ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. എന്നാൽ കേണലാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. ഈ സമയത്താണ് പുറത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ ഏലിയൻസിന്റെ ഷിപ്പ് മുകളിലേക്ക് ഉയരാണ്. പക്ഷെ അവരവിടെ നിന്ന് പോകുന്നില്ല. അന്തരീക്ഷത്തിന്റെ കുറെ മുകളിൽ അവരിങ്ങനെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. എന്താണ് അവരുടെ അടുത്ത നീക്കം എന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ സമയം രാത്രിയായി. ഇപ്പോൾ അവിടെ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. ചൈനയെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ചൈനക്കാരായ ഏലിയൻസുമായിട്ട് യുദ്ധം ചെയ്യാൻ പോവാണ്. വേറെയും കുറെ രാജ്യങ്ങൾ ചൈനയെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ഇയാനും ലൂയിസും ആ സിംബലുകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാടെണ്ണം ഉള്ളതുകൊണ്ട് അവർക്കത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതിനിടയിൽ ലൂയിസിനാണെങ്കിൽ വീണ്ടും അവളുടെ മകളുടെ വിഷം വരുന്നുണ്ട്. ഹന്ന അവളുടെ അടുത്ത് എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറയാണ്. അത് കേൾക്കുമ്പോൾ ഇത് സയൻസ് അല്ലേ, ഇത് നിന്റെ അച്ഛനോട് ചോദിച്ചാൽ മതി എന്നാണ് ലൂയിസ് അതിന് മറുപടി പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ഇയാനാണെന്നുണ്ടെങ്കിൽ ആ സിംബലുകളിൽ നിന്ന് ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കുറെ ഭാഗങ്ങളിലായിട്ട് സമയം എന്നതിന്റെ സിംബൽ ഇങ്ങനെ ചിതറി കിടക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു നിശ്ചിത അകലത്തിലാണ് ചിതറി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് അവൻ അതിന്റെ ഒരു 3D മോഡൽ ഉണ്ടാക്കുകയാണ്. അതിൽ നിന്നും അവനൊരു കാര്യം മനസ്സിലായി. ഇവർക്ക് ഈ ഏലിയൻസ് കൊടുത്ത ഈ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അത് 12-ൽ 1 അതായത് 12 പേടകങ്ങളിൽ നിന്നുള്ള ഒരു മെസ്സേജ്. ഈ മെസ്സേജിന്റെ ബാക്കി മറ്റ് 11 പേടകങ്ങളിലാണുള്ളത്. ആ കാര്യം മനസ്സിലാവുമ്പോൾ ലൂയിസ് വേഗം തന്നെ കേണലിന്റെയും കൂട്ടരുടെ അടുത്തും ആ കാര്യം വിശദീകരിക്കാൻ തുടങ്ങി. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മെസ്സേജ് 12-ൽ 1 ബാക്കി 11 രാജ്യങ്ങൾക്കും ഇതേപോലുള്ള മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ടാവും. അതെല്ലാം കൂട്ടി വായിച്ചാലേ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ഉടനെ തന്നെ ബാക്കിയുള്ള 11 രാജ്യങ്ങളുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യണം എന്നാണ് അവള് പറയുന്നത്. എന്നാൽ ബാക്കിയുള്ളവരാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. നീ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? അവരുമായിട്ടുള്ള എല്ലാ കണക്ഷനും ഡിസ്കണക്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ ഓരോ രാജ്യങ്ങളും ഓരോരുത്തരായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ചൈന ഇപ്പോ അവരുമായിട്ട് യുദ്ധം വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല അവർക്ക് ഈ മെസ്സേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരതിനെ കാര്യമായിട്ട് എടുത്തും കാണത്തില്ല. അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല റഷ്യയിൽ നിന്നും ഒരു മെസ്സേജ് ഞങ്ങൾ ചോർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ മെസ്സേജ് പ്ലേ ചെയ്യാണ്. അതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഏലിയൻസ് റഷ്യയുടെ അടുത്ത് അവസാനം പറഞ്ഞ മെസ്സേജാണ്. സമയം എന്നതില്ല, ഒരു കൂടിച്ചേരൽ ആവശ്യമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ മെസ്സേജിൽ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഒരു കൂടിച്ചേരൽ ആവശ്യമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ചേരണം. അങ്ങനെയാണെങ്കിലേ ഇപ്പൊ കിട്ടിയ ഈ മെസ്സേജ് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഈ ഏലിയൻസിന് എന്താ വട്ടാണോ? ഇതെന്തിനാണ് ഇങ്ങനെ 12 രാജ്യങ്ങളിലായിട്ട് കഷ്ണങ്ങളായിട്ട് അയച്ചു കൊടുക്കുന്നത്? ഒരുമിച്ച് അങ്ങോട്ട് അയച്ചാൽ പോരെ? അയാൾ വീണ്ടും ചോദിക്കുന്നു. അതിന് ഉത്തരം വളരെ സിമ്പിൾ ആണ് സാർ. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്കല്ലേ. ഈ ഒരു കാര്യത്തിലെങ്കിലും എല്ലാവരും ഒരുമിക്കണം എന്നാണ് ആ ഏലിയൻസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ മറ്റുള്ള രാജ്യക്കാരെ അറിയിക്കണം എന്നാണ് അവൾ പറയുന്നത്. പക്ഷെ ആ ഒരു കാര്യം ഇമ്പോസിബിൾ ആണ്. ഈ സമയത്താണ് അവൾക്ക് വീണ്ടും ഒരു വിഷം വരുന്നത്. അതിലെന്തോ ഒരു സാധനം താഴേക്ക് ഇറങ്ങി വരുന്നതായിട്ടാണ് അവൾ കാണുന്നത്. മാത്രമല്ല ആ ഏലിയൻസിന്റെ ആ മഷിയും അവള് കാണുന്നുണ്ട്. അവൾ എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങാണ്. അവൾ നേരെ ഓടിച്ചെല്ലുന്നത് മുകളിൽ നിൽക്കുന്ന ആ സ്പേസ്ഷിപ്പിന്റെ അടുത്തേക്ക് തന്നെയാണ്. ഈ സമയം അവൾ ആ വിഷനിൽ കണ്ട പോലെ ആ സാധനം താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. ആ സ്പേസ്ഷിപ്പിനകത്ത് നിന്നാണ് അത് താഴേക്ക് വരുന്നത്. അങ്ങനെ അത് താഴെ എത്തിക്കഴിയുമ്പോൾ അതിന്റെ ഡോർ ഓപ്പൺ ആവാണ്. അത് കാണുമ്പോൾ ലൂയിസ് ആണെങ്കിൽ അതിന്റെ അകത്തേക്ക് കയറി നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ കയറി കഴിയുമ്പോൾ അത് വേഗം തന്നെ തിരിച്ച് ആ സ്പേസ്ഷിപ്പിലേക്ക് തന്നെ പോവാണ്.
അങ്ങനെ അവൾ ആ ഷെല്ലിന്റെ അകത്തെത്തി. എന്നാൽ നേരത്തെ അവർ പോയ സ്ഥലത്തേക്കല്ല ഇപ്പോൾ അവൾ എത്തിയിരിക്കുന്നത്. അവൾക്ക് മുന്നിലായിട്ട് അങ്ങനെ ഒരു ബാരിയർ ഇല്ല. ഇപ്പോൾ ആ മഞ്ഞിന്റെ ഉള്ളിലാണ് അവൾ നിൽക്കുന്നത്. ഒരു വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവൾക്ക്. ഈ സമയത്താണ് ആ ഏലിയൻ അവളുടെ മുന്നിലേക്ക് വരുന്നത്. എന്നാൽ നേരത്തെ കണ്ടതുപോലെ ആയിരുന്നില്ല. ഇത്തവണ അതിന്റെ മുഴുവൻ രൂപവും അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് അവളാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അവളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കോസ്റ്റല്ലോ ആണ്. അതുകൊണ്ട് തന്നെ ആബോട്ട് എവിടെ എന്നാണ് അവൾ ആദ്യം ചോദിക്കുന്നത്. ആബോട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കോസ്റ്റല്ലോ അതിന് മറുപടി പറയുന്നത്. അവൻ അങ്ങനെയാവാൻ കാരണം നേരത്തെ നടന്ന ബോംബ് ബ്ലാസ്റ്റ് ആണ്. ആബോട്ടിന് അങ്ങനെ സംഭവിച്ചുകൊണ്ട് തന്നെ ലൂയിസ് അതിന് സോറി പറയുന്നുണ്ട്. മാത്രമല്ല നീ ഉടനെ തന്നെ എല്ലാ സൈറ്റിലേക്കും മെസ്സേജ് അയക്കണം എന്നും കൂടെ അവൾ പറയുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് കോസ്റ്റല്ലോ പറയുന്നത് ലൂയിസിന്റെ കയ്യിൽ വെപ്പണുണ്ട്, അത് ഉപയോഗിക്കുക എന്നാണ്. അത് കാണുമ്പോൾ നീ എന്താണ് ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്തിനാണ് നിങ്ങൾ ഭൂമിയിലേക്ക് വന്നത്, അവൾ തിരിച്ചു ചോദിക്കുന്നു. ഈ സമയം കോസ്റ്റല്ലോ അതിന് മറുപടി പറയാൻ തുടങ്ങി. മനുഷ്യരെ സഹായിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടുന്ന് 3000 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് മനുഷ്യരുടെ സഹായം ആവശ്യമാണ് എന്നാണ് കോസ്റ്റല്ലോ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ 3000 വർഷത്തിനുള്ളിലോ, അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഭാവി കാണാൻ പറ്റുന്നത്? അവൾക്ക് സംശയമായി. ഈ സമയം കോസ്റ്റല്ലോ ആണെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാക്കുകയാണ്. അതോടൊപ്പം തന്നെ അവൾക്ക് വീണ്ടും അവളുടെ മകളുടെ വിഷൻ വരാൻ തുടങ്ങി. അതെല്ലാം കാണുമ്പോൾ ഇത് ഞാൻ പലതവണയായിട്ട് കാണുകയാണല്ലോ, ഏതാണ് ഈ കുട്ടി എന്നാണ് അവൾ ചോദിക്കുന്നത്. ഇത് ഈ സിനിമയിലെ വമ്പനൊരു ട്വിസ്റ്റാണ് കേട്ടോ. ഇത് പറയുമ്പോൾ തന്നെ രോമാഞ്ചാണ്. അതിനിടയിൽ വീണ്ടും ഹന്ന വരച്ച ആ ചിത്രം ഉണ്ടല്ലോ, അതും അവള് കാണുന്നുണ്ട്. അച്ഛനും അമ്മയും ആനിമൽസിനോട് സംസാരിക്കുന്നു. ആ വിഷൻസിനെ കുറിച്ചൊക്കെ അവൾ കോസ്റ്റലോട് എടുത്ത് ചോദിക്കുമ്പോൾ കോസ്റ്റലോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂയിസ് ഇപ്പൊ ഭാവി കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതായത് ഇതിനു മുമ്പ് അവൾക്കുണ്ടായ മുഴുവൻ വിഷൻസും അവൾ കണ്ട അവളുടെ ഭാവിയാണ്. ഇതുവരെയായിട്ടും അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവൾക്ക് ഹന്ന എന്ന് പറഞ്ഞൊരു കുഞ്ഞും ഉണ്ടായിട്ടില്ല. അപ്പൊ താൻ ഇത്ര സമയമായിട്ട് കണ്ടുകൊണ്ടിരുന്നതൊക്കെ തന്റെ തന്നെ ഭാവിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു ഞെട്ടലാണ് അവൾക്കുണ്ടാവുന്നത്. ഈ സമയം ആയുധം സമയത്തെ തുറക്കുന്നു എന്നും പറഞ്ഞിട്ട് കോസ്റ്റല്ലോ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ലൂയിസിനെ താഴേക്ക് ഇറക്കി. അതിനുശേഷം ആ പേടകം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും പട്ടാളക്കാരെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ട്. യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കാനാണ് അവരുടെ ശ്രമം. ഈ സമയം ഇയാൻ അങ്ങോട്ട് വന്നിട്ട് അവളെയും പിടിച്ച് അവരുടെ വണ്ടിക്കകത്തേക്ക് കയറാൻ തുടങ്ങി. അതിനിടയിലാണ് വീണ്ടും അവൾക്കൊരു വിഷം വരുന്നത്. അത് അവൾ അവളുടെ മകളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഹന്ന ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചതുപോലെ അമ്മയും എന്നെ ഉപേക്ഷിക്കുമെന്നാണ്. അത് കേൾക്കുമ്പോൾ അതിന് അച്ഛൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ മോളെ, അടുത്ത ആഴ്ച നിനക്ക് നിന്റെ അച്ഛനെ തീർച്ചയായിട്ടും കാണാൻ പറ്റും എന്നാണ് ലൂയിസ് പറയുന്നത്. ശരിയാണ്, പക്ഷെ പണ്ടൊക്കെ അച്ഛൻ എന്നോട് സംസാരിക്കുന്ന പോലെയല്ല ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത്. അവൾ വീണ്ടും പറയുന്നു അതെന്റെ തെറ്റാണ് മോളെ, ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത സമയത്ത് എനിക്ക് നിന്റെ അച്ഛൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വന്നു. അതെല്ലാം കേട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര ദേഷ്യമായി. അതാണ് അച്ഛൻ നമ്മളെ വിട്ടിട്ട് പോയത് എന്നാണ് അവൾ പറയുന്നത്. അതെന്ത് കാര്യമാണ് അമ്മ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്? ഹന്നയ്ക്ക് സംശയമായി. അത് മറ്റൊന്നുമല്ല മോളെ, ഈ അമ്മയ്ക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാൻ പറ്റും. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അതൊരു അപൂർവ രോഗത്തെക്കുറിച്ചാണ്. ആ രോഗത്തെ നമുക്ക് ഒരിക്കലും തടയാൻ പറ്റത്തില്ല എന്നാണ് ലൂയിസ് അതിന് മറുപടി പറയുന്നത്. ഇത്രയുമാണ് അവൾ ആ വിഷനിൽ കാണുന്നത്. ഈ സമയം ഇയാൻ അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്താണ് നിനക്ക് പറ്റിയത് അവൻ ചോദിക്കുന്നു. പക്ഷെ അവൾ അതിന് മറുപടി പറയുന്നില്ല. അവൾ പറയുന്നത് എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചു പോയത് എന്ന കാര്യം എനിക്കിപ്പോ മനസ്സിലായി എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചിട്ട് ഇയാൻ വേഗം തന്നെ അവളെ വണ്ടിക്കകത്തേക്ക് കയറ്റാണ്. അങ്ങനെ ആ പേടകം ഇങ്ങനെ ഉയർന്നിട്ട് വായുവിൽ ഹൊറിസോണ്ടൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും അതിങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കുകയാണ്. ചൈനക്കാരാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിച്ചിട്ട് ഏലിയൻസുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ സമയം ലൂയിസിന് വീണ്ടും ഒരു വിഷം വരുന്നുണ്ട്. അതിൽ അവളുടെ മകള് ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അമ്മ എനിക്ക് ഹന്ന എന്ന് പേരിട്ടത്? അത് കേൾക്കുമ്പോൾ നിന്റെ ഈ പേരുണ്ടല്ലോ അത് വളരെ പ്രത്യേകതയുള്ളതാണ്. അതിനെ പാലിൻഡ്രോം എന്നാണ് പറയുന്നത്. അതായത് നിന്റെ പേര് എഴുതി കഴിഞ്ഞിട്ട് മുന്നിൽ നിന്ന് പുറകിലേക്ക് വായിച്ചാലും പുറകിൽ നിന്ന് മുന്നിലേക്ക് വായിച്ചാലും ഹന്ന എന്ന് തന്നെയാണ് വരിക എന്നൊരു മറുപടിയാണ് ലൂയിസ് ഹന്നയ്ക്ക് കൊടുക്കുന്നത്. ഈ സമയം അന്നയാണെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് ആ ബേസിലെ കൺട്രോൾ റൂമിലാണ്. അവൾ വേഗം തന്നെ അവിടുത്തെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ കണ്ട ആ സിംബലുകളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം വീണ്ടും അവൾക്ക് വിഷം വരുന്നുണ്ട്. ഇത്തവണത്തെ വിഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ അവൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ദ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഏലിയൻസിന്റെ ആ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. മാത്രമല്ല അവൾ ആ ലാംഗ്വേജിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതും അവളുടെ ആ വിഷനിൽ കാണുന്നുണ്ട്. ഈ സമയത്താണ് ഇയാൻ അവളുടെ അടുത്തേക്ക് വരുന്നത്. അവനെ കാണുമ്പോൾ അവൾ കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് പറയാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് ഈ സിംബൽസ് ഒക്കെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഇതൊരു ആയുധമല്ല, ഇതൊരു ഗിഫ്റ്റ് ആണ് എന്നാണ് അവൾ പറയുന്നത്. അത് കേട്ട് അവനാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൾ ഉടനെ തന്നെ കേണലിന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ വെപ്പൺ എന്ന് പറയുന്നത് ഒരു ആയുധത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. അത് അവരുടെ ഒരു സമ്മാനമാണ്. ആ സമ്മാനം എന്ന് പറയുന്നത് അവരുടെ ഭാഷയാണ്. അത് നമ്മളെ പഠിപ്പിക്കാനാണ് അവർ ഭൂമിയിലേക്ക് വന്നത്. ആ ഭാഷ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പോലെ തന്നെ നമുക്കും സമയത്തെ അറിയാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭാവിയും കാണാൻ പറ്റും.
അവരെ സംബന്ധിച്ച് സമയം എന്ന് പറയുന്നതൊന്നുമില്ല. അവർ 4th ഡയമെൻഷനിലാണ് ജീവിക്കുന്നത്. അവർക്ക് ഭൂതം, ഭാവി, വർത്തമാനം അങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ല. അതെല്ലാം അവർക്ക് നോൺ ലീനിയർ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരെയും സഹായിക്കാനാണ് അവരിങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഈ യുദ്ധം നിങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നൊക്കെയാണ് അവള് പറയുന്നത്. എന്നാൽ കേണലാണെങ്കിൽ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവള് പറഞ്ഞ കാര്യങ്ങളൊന്നും അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ നോക്ക്, നിങ്ങളോട് വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ലൂയിസ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. ഇനി കാണിക്കുന്നത് 18 മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു കാര്യമാണ്. അമേരിക്കയിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൂയിസും അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമയത്താണ് ചൈനയുടെ ആ ജനറൽ ഷാങ് അങ്ങോട്ട് വരുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ അവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ പ്രസിഡന്റ് ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നതെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരാനുള്ള മെയിൻ കാരണം നിങ്ങളാണ്. കാരണം 18 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു. അതായത് എന്റെ മനസ്സ് മാറ്റി. എന്റെ മേലുദ്യോഗസ്ഥന്മാർക്ക് പോലും എന്റെ മനസ്സ് ഇതുവരെ മാറ്റാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നിനക്കത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒരു വലിയ യുദ്ധം ഒഴിവായതും നമ്മുടെ മുഴുവൻ രാജ്യങ്ങൾ ഒന്നായി തീർന്നതും. നീ ഓർക്കുന്നില്ലേ അന്ന് എന്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചിട്ട് നീ ഒരു കാര്യം പറഞ്ഞത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ അവൾക്കൊരു സംശയമാണ് ഉണ്ടാവുന്നത്. ഞാൻ നിങ്ങളുടെ നമ്പറിൽ വിളിച്ചെന്നോ? എനിക്കതിന് നിങ്ങളുടെ നമ്പർ അറിയത്തില്ലല്ലോ, അവൾ ചോദിക്കുന്നു. ഈ സമയം ഷാങ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അയാളുടെ നമ്പർ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ നിനക്ക് ഈ നമ്പർ ഓർമ്മ വന്നോ? അന്ന് നീ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് എന്റെ ഭാര്യ മരിക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞ അതേ കാര്യങ്ങളാണ്. അതായത് യുദ്ധം വിധവകളെ മാത്രമേ സൃഷ്ടിക്കത്തുള്ളൂ. അതെന്റെ മനസ്സ് മാറ്റി. അതുകൊണ്ടാണ് ആ യുദ്ധം ഞാൻ വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണ് ലോകരാജ്യങ്ങളെല്ലാം ഒന്നിക്കാൻ കാരണമായത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അയാൾ അവളുടെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേട്ട് അവളാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ഈ കാണിച്ച ഇവരുടെ സംഭാഷണവും ലൂയിസിനുണ്ടായൊരു വിഷനാണ്. ഇപ്പൊ അവക്ക് ജനറൽ ഷാങ്ങിന്റെ നമ്പർ കിട്ടി. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ കൺട്രോൾ റൂമിലേക്ക് ഓടിയിട്ട് അവിടുന്ന് ഒരു സാറ്റലൈറ്റ് ഫോൺ എടുത്തിട്ട് ആ നമ്പറിൽ വിളിക്കാൻ തുടങ്ങി. ഈ സമയം ഇയാനും അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവൾ ഫോൺ എടുത്തിട്ട് ചൈനയിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് ബാക്കിയുള്ള പട്ടാളക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ വന്നിട്ട് അവൾ അതിൽ നിന്ന് തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവളാണെന്നുണ്ടെങ്കിൽ ഷാങ്ങിനെ വിളിച്ചിട്ട് അവൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതോടുകൂടെ ചൈന യുദ്ധം വേണ്ടാന്ന് വെക്കുകയാണ്. അങ്ങനെ ആ ഏലിയൻസ് ആഗ്രഹിച്ചതുപോലെ എല്ലാ ലോകരാജ്യങ്ങളും ഒന്നിച്ചു. അതോടുകൂടെ ഓരോരോ രാജ്യത്തു നിന്നും ആ സ്പേസ് ഷിപ്പുകളൊക്കെ അപ്രത്യക്ഷമാവുകയാണ്. അങ്ങനെ അതെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം പട്ടാളക്കാരൊക്കെ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തുടങ്ങി. ഈ സമയത്താണ് ഇയാൻ ലൂയിസിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇവിടെ വെച്ച് അവൻ അവളെ പ്രൊപ്പോസ് ചെയ്യാണ്. അതെ, ഭാവിയിലെ ലൂയിസിന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഈ ഇയാനാണ്. ഇവർക്ക് ജനിച്ച മകളാണ് ഹന്ന. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഞാൻ ഇത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഭാഗം തന്നെ കൂടുതൽ വിശദീകരിക്കാതെ ഇരുന്നത് അത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വന്ന സംശയം ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ഹന്നയെയും ലൂയിസിനെയും സംബന്ധിച്ചിട്ടുള്ള ആ കാര്യങ്ങളായിരിക്കും. അത് മറ്റൊന്നുമല്ല, ഈ ഹന്ന എന്നുള്ള പേരുണ്ടല്ലോ, അത് തുടക്കത്തിൽ നിന്ന് അവസാനത്തേക്ക് വായിച്ചാലും അവസാനത്ത് നിന്ന് മുന്നിലേക്ക് വായിച്ചാലും ഒരുപോലെ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഏലിയൻസിന്റെ ആ സിംബലും. അതും ഒരു സർക്കിളിന്റെ രൂപത്തിലാണ്. മാത്രമല്ല ഇതിന്റെ കഥയും ഒരു സർക്കിൾ രൂപത്തിലാണ് ഇരിക്കുന്നത്. ശരിക്കും ഈ കഥ അവസാനിക്കുന്നതായിട്ട് കാണിക്കുന്നത് അവൻ അവളെ പ്രൊപ്പോസ് ചെയ്ത് കല്യാണം കഴിക്കുന്നിടത്താണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കഥ അവസാനിക്കുന്നത് ഹന്ന മരിക്കുന്നിടത്താണ്. ഈ കഥയൊന്ന് ചുറ്റി വളഞ്ഞൊരു സർക്കിൾ ആവാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ആ സീനുകളൊക്കെ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്. എനിക്ക് അങ്ങനെയാണ് ഈ സിനിമ കണ്ടിട്ട് മനസ്സിലായത്. ഇനി ഇയാന്റെ കാര്യം നോക്കാം. അവൻ ആ ഭാഷയെക്കുറിച്ച് അറിയാമെങ്കിലും അതവൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാന് ഭാവി കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ അവർ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് ലൂയിസ് തനിക്ക് ഭാവി കാണാൻ പറ്റുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് പറയുന്നത്. അവൾ ആ കാര്യം അറിയിച്ചപ്പോൾ അവന് ദേഷ്യമാണ് വന്നത്. ഇതാണ് അവൾ നേരത്തെ പറഞ്ഞത്. അവൻ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സമയത്താണ് അവൾ ആ സത്യം തുറന്നു പറഞ്ഞതെന്ന്. അവന് ദേഷ്യം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കല്യാണം കഴിക്കുമെന്നും തനിക്കൊരു മകളുണ്ടാവുമെന്നും അവൾ ക്യാൻസർ പിടിച്ച് മരിക്കുമെന്നും ലൂയിസിന് നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ടും അവൾ അവനെ കല്യാണം കഴിച്ചു. അതാണ് അവന് ദേഷ്യം വന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൻ അവളെ ഉപേക്ഷിച്ചിട്ട് പോയത്. ഇനി ഞാൻ ഈ പറഞ്ഞ കഥയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.